ഹായ്, ഏവർക്കും സോഷ്യൽ വർക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്ക് പഠനം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പലപ്പോഴും പല കോഴ്സുകളും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള പഠനം എങ്ങനെയെന്നുള്ളത് അറിയാം. എന്നാൽ പലപ്പോഴും സോഷ്യൽ വർക്കിനെ സംബന്ധിച്ച് ഇത്തരമൊരു ധാരണ ഉണ്ടോ എന്നുള്ളത് വളരെയധികം സംശയമുണ്ട്. അത് പലപ്പോഴും പല സ്റ്റുഡൻസ് ഇത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ പഠിക്കുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ള പ്രത്യേകതകൾ തന്നെ ഉണ്ട്. കാരണം സോഷ്യൽ വർക്ക് മറ്റൊരു കോഴ്സ് പഠിക്കുന്ന പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. നമ്മളൊരു BA അല്ലെങ്കിൽ ഒരു MA ഹിസ്റ്ററി, BSc or MSc ഫിസിക്സ്, കെമിസ്ട്രി എന്നീ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കലോ മറ്റൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ സിമ്പിൾ അല്ലെങ്കിൽ ലാബിലോ മറ്റു മേഖലകളിലോ മാത്രം നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. എന്നാൽ സോഷ്യൽ വർക്കിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ലാബ് എന്ന് പറയുന്നത് തീർത്തും സൊസൈറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ പ്രൊഫഷണൽ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായ സമൂഹത്തിലേക്ക് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. അപ്പോൾ പലരും ഇതിനെ ഒരു സാധ്യതകൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ മേഖലയിലെ ബുദ്ധിമുട്ടുകളല്ലേ പഠിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകളെ കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും പലരും ഇതിലേക്ക് വരുന്നത്. പിന്നീട് അവസാനം കുറേ ചെന്ന് കഴിഞ്ഞ ശേഷം എല്ലാവരും അയ്യോ വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകും. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, കൃത്യമായ രീതിയിലുള്ള ഇതിൻ്റെ പഠനത്തിൻ്റെ മേഖല എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്. ഇതിന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. തിയറിയുടെ അതേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ നടക്കുന്നത്. അപ്പോൾ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, അതിന് ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് സോഷ്യൽ വർക്ക് പഠനം കൊണ്ട് നമ്മൾ കോളേജിലെ പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വേർഡുകൾ പലതാണ്. ഒന്ന് ഒബ്സർവേഷൻ വിസിറ്റുകൾ, കൺകറൻറ്റ് വിസിറ്റുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പ്ലേസ്മെൻറ്റ്. ഇത്തരം രീതിയിലാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഒബ്സർവേഷൻ വിസിറ്റ്? നമുക്കറിയാം, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ സന്ദർശിക്കുകയും ഇത്തരം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് നടപ്പിലാക്കുന്ന രീതികളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒബ്സർവേഷൻ വിസിറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൺകറൻറ്റ് ഫീൽഡ് വിസിറ്റ്. കൺകറൻറ്റ് ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കണ്ടിന്യൂസ് അല്ല അല്ലെങ്കിൽ അതിനെ ഇടവിട്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഒരാഴ്ചയിൽ 2 ദിവസം നമ്മൾ മൊത്തത്തിൽ 5 ദിവസമുള്ള വർക്കിംഗ് ഡേ ഉള്ള ഒരാഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 ദിവസം തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ നമ്മൾ ക്ലാസ്സിൽ വെച്ച് നമ്മളതിൻ്റെ തിയററ്റിക്കലായുള്ള വശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ എത്രത്തോളം നമുക്ക് ഈ പഠിച്ച കാര്യം നമുക്ക് ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്ത ശേഷം 5-ാമത്തെ ദിവസം ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിന് വേണ്ട കറക്ഷൻസൊക്കെ വരുത്തി വീണ്ടും നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള തരത്തിലേക്ക് നമ്മൾ മാറുക എന്നതാണ് ഈ ഒരു കൺകറൻറ്റ് ഫീൽഡ് വർക്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസും ഉണ്ട്, വളരെയധികം മെച്ചങ്ങളും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ബ്ലോക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മളൊരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം പോകുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ നമ്മൾ കൃത്യമായി പഠിച്ച് ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മളും ഒരു പ്രൊഫഷൻ്റെ ആ സ്ഥാപനത്തെ പ്രൊഫഷനെ പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഭാഗവാക്കായിട്ട് തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥയാണ് ബ്ലോക്ക് പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു സാമൂഹ്യ പ്രവർത്തന മേഖലയെക്കുറിച്ച് നമുക്ക് താല്പര്യമില്ലാത്ത ആളെ അല്ലെങ്കിൽ സമൂഹ പ്രവർത്തനത്തിനുള്ള
അഭികാമ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ പഠനം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ, ഇതിൻ്റെ പഠന രീതിയെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാവൂ, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാവൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടതിന് വളരെയധികം നന്ദി. തുടർന്ന് വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.